ഈ വിഷയത്തിൽ UDF-ഉം LDF-ഉം എടുക്കുന്ന സമീപനം വെറും തട്ടിപ്പാണ്. കാരണം അവിടെ ചെന്ന് മുനമ്പത്തെ സാധാരണക്കാരോട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുക, ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് നിയമസഭയിൽ ഇതിനെതിരായിട്ട് പ്രമേയം പാസാക്കുക, ഡൽഹിയിൽ വഖഫ് ഭേദഗതി വരുത്തുന്ന ഇതുപോലെയുള്ള ആളുകൾക്ക് ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമ ഭേദഗതി, ആ നിയമ ഭേദഗതി എതിർക്കുക. വഖഫിൻ്റെ തർക്കം മുഴുവൻ ഭൂമിയുടെ തർക്കമാണ്, പ്രോപ്പർട്ടി, ഡിസ്പ്യൂട്ട് ഓഫ് പ്രോപ്പർട്ടിയാണ്. മറ്റേത് വർഷിപ്പാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മതവിശ്വാസത്തിലല്ല ഇത് ഒരു സിവിൽ വിഷയമാണ്. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഇവിടെ ഒരു വിഭാഗം നിയമത്തിൻ്റെ മുന്നിൽ നിയമത്തിന് അതീതരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കെടുക്കാൻ പറ്റുന്ന സമീപനം നിയമത്തിന് കീഴടങ്ങിയിട്ടാണ് എല്ലാവരും ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു മത്സരം നടക്കുകയാണ് കാര്യത്തിൽ. ആരാണ് കൂടുതൽ ഇസ്ലാമിക നേതൃത്വത്തിന് കീഴടങ്ങി ജീവിക്കുക? അപ്പോൾ അതുകൊണ്ടാണല്ലോ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഇസ്ലാമിക വിശ്വാസികളുടെ വായനക്കാരുള്ള പത്രത്തിൽ മാത്രമായിട്ട് ചില പരസ്യങ്ങൾ കൊടുക്കുന്നത്. ഇസ്ലാം മത വിശ്വാസികൾ തിരുത്തണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഭീകരവാദത്തോട് ഞങ്ങൾ ഒരു തരത്തിലുള്ള സന്ധി വിട്ടുവീഴ്ചയും ചെയ്യില്ല. അപ്പോൾ ഭീകരവാദത്തെ സംരക്ഷിക്കുന്ന ആളുകൾ ആരുടെയും കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റില്ല. ഈ പിണറായി സർക്കാരിലെ മന്ത്രി പറയുന്നത് പിണറായി സർക്കാരിൻ്റെ നയമാണെങ്കിൽ പിന്നെ സർക്കാർ ഞങ്ങൾ സമവായം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. കോൺഗ്രസിൻ്റെ പ്രശ്നം, കോൺഗ്രസ്സിന് ഇന്ന് നേതൃത്വം ഇല്ലാത്തൊരു കോൺഗ്രസ്സാണ്. അഖിലേന്ത്യാ തലത്തിലുമില്ല, സംസ്ഥാനത്തുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കോൺഗ്രസ്, ആ കോൺഗ്രസ് ലീഗിന് കീഴടങ്ങുന്നുവെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് അഭിപ്രായം ഇല്ല. കാരണം ലീഗിന് കീഴടങ്ങുന്ന ഒരു കോൺഗ്രസ്, ആ കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങളിൽ എത്ര ശതമാനം ആളുകൾ അംഗീകരിക്കും? അബ്ദുറഹിമാൻ മന്ത്രി പറയുന്നതാണോ സർക്കാരിൻ്റെ നിലപാട്? പിണറായി വിജയൻ പറയുന്നതാണോ സർക്കാരിൻ്റെ നിലപാട്? പിണറായി വിജയൻ പറയുന്നതാണ് നിലപാടെങ്കിൽ അബ്ദുറഹിമാൻ മന്ത്രി പിന്നെ മന്ത്രിസഭയിൽ ഇരുത്താൻ അനുവദിക്കുന്നത് പാടില്ല. അല്ല, കേരളത്തിന്റെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തിനെതിരാണ് അദ്ദേഹം പറയുന്നത്. അല്ലെ, വഖഫ് ഭൂമി എന്ന് പറയുന്നത് ഞാനൊരു ഭൂമി, നിങ്ങളൊരു ഭൂമി എടുത്തിട്ട് പറയാം ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട് അത് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം ഭൂമി കൊടുക്കണം എന്ന് പറയുന്നത് എന്ത് വാദം? അങ്ങനത്തെ വാദമൊന്നും അർത്ഥമില്ല. നിങ്ങളുടെ ക്ലെയിമാണ് തെറ്റ്. ആ ക്ലെയിം തെറ്റാണെന്ന് അംഗീകരിച്ചിട്ട് നിങ്ങളത് പിന്മാറുക. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ വി മുരളീധരൻ. നമസ്കാരം. വളരെ പ്രക്ഷുബ്ധമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഒരു വശത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഫലമറിയാൻ ഇനി 2 നാളുകൾ കൂടിയേ നമുക്ക് മുന്നിലുള്ളൂ. മറ്റൊന്ന്, കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ സ്ഫോടനമുണ്ടാക്കുന്ന മുനമ്പം ഭൂസമരം. അതിന് നേർക്ക് ഇടതുപക്ഷം, പ്രത്യേകിച്ച് ഭരണകൂടം കണ്ണടച്ച് നിൽക്കുകയാണ്. വലതുപക്ഷം നിസ്സംഗമായി നിൽക്കുകയാണ്. പക്ഷേ മുസ്ലിം ലീഗ് അടക്കമുള്ള ചില സംഘടനകൾ മുനമ്പത്ത് സമവായം ഉണ്ടാകണമെങ്കിൽ അത് സർക്കാർ മുൻകൈ എടുക്കണമെന്ന് പറയുന്നു. എന്നാൽ BJP ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് കുതിക്കുന്നു. കിരാത വഖഫ് നിയമങ്ങളെ പുച്ഛിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ പ്രസംഗം, അവിടെ ലാൻഡ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശോഭ കരന്തലജയുടെ ആക്രമണം, പിന്നീട് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ ഈ മുനമ്പം സമരവേദിയിലെത്തുന്നു, ശക്തമായ പിന്തുണ സമരക്കാർക്ക് നൽകുന്നു. പക്ഷേ ഈ സമരത്തെ ഒരു വർഗീയ സമരമാക്കി മറ്റ് ചില കോണുകൾ ചിത്രീകരിക്കുന്നു. ഉദാഹരണത്തിന് സിറാജ്, സുപ്രഭാതം തുടങ്ങിയ പത്രങ്ങളിൽ അവരുടെ മുഖപ്രസംഗം തന്നെ രൂക്ഷമായ ആക്രമണമാണ്, വഖഫ് ഭൂമി വിട്ടുകൊടുക്കില്ല. ക്രൈസ്തവ സമുദായം നേതൃത്വം വഹിക്കുന്ന ഈ സമരം BJPയുടെ കൂടി പിന്തുണ ആർജിക്കുമ്പോൾ അത് മറ്റൊരു രാഷ്ട്രീയ തലത്തിലേക്കുള്ള വളർച്ചയാണോ, അതോ ഈ സമരം വിജയിക്കാതെ കൊഴിഞ്ഞു പോകുമോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചോളം ഭാരതീയ ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒരു മതസംഘടനയല്ല. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഏത് വിഷയത്തിലും എടുക്കുന്ന നിലപാടിനെ രാഷ്ട്രീയ നിലപാടായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. കാരണം അത് 370 വകുപ്പാണെങ്കിലും, അല്ലെങ്കിൽ സിൽവർ ലൈൻ ആണെങ്കിലും, അതല്ല ഇപ്പോൾ മുനമ്പമാണെങ്കിലും, ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന സമീപനം, ആ സമീപനം തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാവർക്കും
തുല്യനീതി ഉറപ്പാക്കുക എന്നുള്ളതാണ്. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഇവിടെ ഒരു വിഭാഗം നിയമത്തിൻ്റെ മുന്നിൽ നിയമത്തിന് അതീതരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കെടുക്കാൻ പറ്റുന്ന സമീപനം നിയമത്തിന് കീഴടങ്ങിയിട്ടാണ് എല്ലാവരും ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. വഖഫിൻ്റെ വിഷയത്തിൽ അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പുതിയ ഭേദഗതി കൊണ്ടുവരാനും തീരുമാനമെടുത്തിട്ടുള്ളത്. കാരണം നിലവിലുള്ള വഖഫ് ഭൂമി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പല സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ഭൂമി വഖഫ് ഭൂമിയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളത് വഖഫ് ഭൂമിയാണ് എന്ന് ഞങ്ങൾ ആരെങ്കിലും ഒരാൾ പറയുന്നു, അതോടുകൂടിയാണ് ജനങ്ങൾ അറിയുന്നത് വഖഫ് ഭൂമിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ചിട്ടുള്ള തർക്കം കോടതിയിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ള നിയമം. ആ കോടതിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യം മാറണം. അതിന് കോടതിയിൽ പോകാൻ നാട്ടിലെ ഭരണഘടന അനുസരിച്ചിട്ട് കാര്യങ്ങൾ പരിശോധിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാകണം. ഇതാണ് ഞങ്ങളുടെ നിയമം, ഞങ്ങളുടെ നയം. അതുകൊണ്ട് മുനമ്പത്തെ സംബന്ധിച്ചാണെങ്കിലും സിൽവർ ലൈനിനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ഞങ്ങളെടുക്കുന്ന സമീപനം ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയ നിലപാടാണ്, രാഷ്ട്രീയ മുതലെടുപ്പാണ്, വർഗീയമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ വാസ്തവത്തിൽ അവരാണ് ഇതിനെ ഈ തരത്തിൽ ചിത്രീകരിച്ച് അവരുടെ ഇത്രയും കാലത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം സംരക്ഷിച്ച് നിർത്താൻ ശ്രമിക്കുന്നത്. ഞങ്ങളെടുക്കുന്ന സമീപനം വളരെ പ്ലെയിൻ, വളരെ സുതാര്യമായിട്ടുള്ള ഈ രാജ്യത്തെ നിയമവാഴ്ചയെ അംഗീകരിച്ചിട്ടുള്ള നിയമമാണ്. ഈ മുനമ്പം പ്രശ്നത്തിന് മുൻപിൽ വഖഫ് എന്നൊരു വലിയ തലവേദന നിൽക്കുന്നു. അതിലെ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നിലുണ്ട്. 1913 ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് വഖഫ് ഇന്ത്യയിൽ ചില ചിന്തകൾ ആരംഭിച്ചത്. പിന്നീട് 22 അത് ബ്രിട്ടീഷുകാർ ഒരു നിയമമായി കൊണ്ടുവരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിയെ തുടർന്ന് 1954 വഖഫ് നിയമം ഇന്ത്യൻ സർക്കാർ കൊണ്ടുവരുന്നു. പിന്നീട് 95 2013 വന്ന ഭേദഗതികൾ. മറ്റെല്ലാ സമുദായങ്ങൾക്കും, ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് അവരുടേതായ പ്രത്യേക സമിതികളുണ്ട്. അവരുടെ പള്ളികളും സ്വത്തുക്കളുമൊക്കെ സംരക്ഷിക്കാൻ. ഹൈന്ദവ സമുദായത്തിന് സർക്കാർ തന്നെ നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡുണ്ട്. സിഖുകാർക്ക് ഗുരുദ്വാരയുണ്ട്. സ്വാഭാവികമായും വഖഫിന് അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അതിൽ നിന്നല്ലേ ഈ നിയമം വരുന്നത്. പക്ഷേ ആ നിയമത്തിൽ ചില പഴുതുകളുണ്ടാവാം. തർക്കം മാറ്റിവെച്ചാൽ വഖഫ് ഒരു യാഥാർത്ഥ്യബോധത്തോടെ കാണണ്ടേ? അല്ല, ഇതിൽ രണ്ട് സംശയങ്ങൾ. ആൾക്കാർ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതായത് ഇത് മതവിശ്വാസമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ആരാധനാലയങ്ങളുടെ നടത്തിപ്പല്ല വഖഫ് ബോർഡിൻ്റെ ചുമതല. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങളുടെ നടത്തിപ്പാണ്, അത് സ്വത്ത് കൈകാര്യം ചെയ്യലല്ല. ഇവിടെ ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ആൾ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, ഇസ്ലാമിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഇസ്ലാമിക വിശ്വാസി അല്ലാത്ത ഒരാളുടെ ഭൂമി എങ്ങനെയാണ് വഖഫാവുക? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു കാലത്തും ഇസ്ലാമിക മതത്തിൽപ്പെടുന്നവർ കൈകാര്യം ചെയ്യുകയോ അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ലാത്ത ഭൂമി ഉൾപ്പെടെ വഖഫ് ഭൂമിയാണ്. അപ്പോൾ ഈ വഖഫിൻ്റെ തർക്കം മുഴുവൻ ഭൂമിയുടെ തർക്കമാണ്, പ്രോപ്പർട്ടി, ഡിസ്പ്യൂട്ട് ഓഫ് പ്രോപ്പർട്ടിയാണ്. മറ്റേത് വർഷിപ്പാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മതവിശ്വാസത്തിലല്ല ഇത് ഒരു സിവിൽ വിഷയമാണ്. നമ്മുടെ നാട്ടിലെ സിവിൽ കോടതികളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം. ആ വിഷയം ഇസ്ലാം മതത്തിൽപ്പെടുന്നവരായതുകൊണ്ട് അത് നാട്ടിലെ നിയമവാഴ്ചക്കൊന്നും കീഴിലല്ല. അതുകൊണ്ടാണ് ഈ അബ്ദുറഹിമാൻ മന്ത്രി അടക്കം ലേഖനം എഴുതുന്നത്. അബ്ദുറഹിമാൻ മന്ത്രി ഈ പിണറായി സർക്കാരിലെ മന്ത്രിയാണ്. അദ്ദേഹം പറയുന്നത് ഇത് ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ടാണ്, അതിനെക്കുറിച്ച് ഒരു ചോദ്യവും പാടില്ല എന്നാണ്. അപ്പോൾ അത് ഒരു നാട്ടിലെ മന്ത്രിസഭയിൽ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമെന്ന് പറയുന്ന ആൾ ഞങ്ങളുടെ മതത്തിൻ്റെ പേരിൽ ഉള്ള ഭൂമി, ആ ഭൂമി ഭരണഘടനയിലെ ബാക്കി സംവിധാനങ്ങൾക്കൊന്നും അധീനമല്ല എന്നുള്ള സമീപനം എടുക്കുന്നത്, ആ സമീപനം എടുക്കുന്നതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അല്ല, അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക് നിയമവും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമവും രണ്ടും ചേർത്താണ് പറഞ്ഞത്. രണ്ടും ചേർത്തിട്ട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഇനിയിപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അതല്ലേ?
അതിനെ അംഗീകരിക്കില്ലെന്നെങ്ങനെ പറയാം? അപ്പോൾ ഞങ്ങളിതൊന്നും അംഗീകരിക്കില്ല എന്നുള്ള സമീപനം എടുക്കുന്ന, അതായത് പിണറായി സർക്കാരിലെ ഒരു മന്ത്രി, പിണറായി സർക്കാരിൻ്റെ സമീപനം എന്താ ഇക്കാര്യത്തിൽ? ഈ മന്ത്രി പറയുന്നതാണ് പിണറായി സർക്കാരിൻ്റെ സമീപനമില്ല. അങ്ങനെയെങ്കിൽ അതൊരു രാജ്യദ്രോഹ സ്റ്റേറ്റ്മെന്റ് തന്നെ. തീർച്ചയായിട്ടും ഈ പിണറായി സർക്കാരിലെ മന്ത്രി പറയുന്നത് പിണറായി സർക്കാരിൻ്റെ നയമാണെങ്കിൽ പിന്നെ സർക്കാർ ഞങ്ങൾ സമവായം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. എന്ന് പറഞ്ഞാൽ മന്ത്രി പറയുന്ന ഒരു സമവായത്തിൻ്റെയും വിഷയമില്ല. ഈ ഭൂമി ഇസ്ലാം മതവിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ്, അവിടെ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. പിണറായി വിജയൻ പിന്നെ നാളെ എന്തിനാ ചർച്ച വെച്ചിരിക്കുന്നത്? 22-ാം തീയതി. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ UDF-ഉം LDF-ഉം എടുക്കുന്ന സമീപനം വെറും തട്ടിപ്പാണ്. കാരണം അവിടെ ചെന്ന് മുനമ്പത്തെ സാധാരണക്കാരോട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുക, ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് നിയമസഭയിൽ ഇതിനെതിരായിട്ട് പ്രമേയം പാസാക്കുക, ഡൽഹിയിൽ വഖഫ് ഭേദഗതി വരുത്തുന്ന ഇതുപോലെയുള്ള ആളുകൾക്ക് ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമ ഭേദഗതി, ആ നിയമ ഭേദഗതി എതിർക്കുക. പക്ഷേ കേരളത്തിൽ ഇതിൻ്റെ എല്ലാം ഫലമായി വലിയൊരു സാമുദായിക ചേരിതിരിവ് ഇപ്പോൾ പ്രകടമായി വരുന്നുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ സിറാജ്, സുപ്രഭാതം, ആ പത്രങ്ങൾ പറയുന്നത് മുനമ്പം മാത്രമല്ല, മറ്റ് ചാവക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഭൂമി വഖഫിൻ്റേത് തന്നെയാണ്, എന്ത് വില കൊടുത്തും ഞങ്ങളത് നേടിയെടുത്തിരിക്കും എന്ന ഒരു ശക്തമായ പ്രഖ്യാപനമാണ് അവർ നടത്തുന്നത് ഒരു വശത്ത്. മറുവശത്ത് ക്രിസ്ത്യൻ സമുദായ നേതാക്കൾ, ബിഷപ്പുമാരുൾപ്പെടെ പരസ്യമായി ഇതിനെ വെല്ലുവിളിക്കുന്നു. പരസ്യമായി അവർ ഭരണകൂടത്തിനെ വെല്ലുവിളിക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ ട്രിപ്റ്റിൽ ചെന്ന് അവസാനിക്കില്ല. അത് കുഞ്ഞാലിക്കുട്ടി ആശങ്കപ്പെടുന്നത് അത് തന്നെയല്ലേ? സാമുദായിക വിഷയമാക്കരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സാമുദായികമാക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാം മതത്തിൻ്റെ നേതൃത്വം, ആ മത നേതൃത്വത്തിനോട് നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ ഈ ലീഗിനോ മറ്റാർക്കെങ്കിലും തൻ്റെ ഇടമുണ്ടോ? കോൺഗ്രസിന് സാധിക്കുമോ? CPM-ന് സാധിക്കുമോ? സാധിക്കില്ല. കാരണം അവരവർക്ക് കീഴടങ്ങിയിരിക്കുകയാണ്. ഇത് പാകിസ്ഥാൻ ഉണ്ടാകുന്ന കാലത്തുള്ള വിഭജനത്തിൻ്റെ അത് തന്ത്രം തന്നെയാണ്. ഞങ്ങൾ പറയുന്നത് നടപ്പിലായില്ലെങ്കിൽ നടപ്പിലാക്കിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ആർക്കും ഒന്നും നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് മതനിയമങ്ങൾക്കനുസൃതമായിട്ട് മത ആചാരങ്ങളുടെ കാര്യത്തിൽ അവരുടെ മതം എങ്ങനെയാണോ അനുശാസിക്കുന്നത് അതനുസരിച്ച് ഭൂമിയുടെ അവകാശം, ആ അവകാശം ഒരു ക്രൈസ്തവ സമുദായത്തിൽപ്പെടുന്ന ഒരാളുടെ ഭൂമിയുടെ അവകാശം ആരാ തീരുമാനിക്കുന്നത്? കോടതി. ഹിന്ദു വിശ്വാസിയുടെ ഭൂമിയുടെ തീരുമാനം എടുക്കുന്ന ആരാ? കോടതി. ഇപ്പോൾ ഇസ്ലാമിന് മാത്രം കോടതി ബാധകമല്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അപ്പം അതുകൊണ്ട് അത് സാമുദായികമാക്കുന്ന ആളുകൾ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള അതിൻ്റെ ചില ആളുകൾ, ഞാൻ മുഴുവൻ ഇസ്ലാം മത വിശ്വാസികളും ഇതിനോടൊന്നും യോജിക്കുന്നവരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, അതിൽ ഉള്ള നേതൃസ്ഥാനത്തിരിക്കുന്ന ചില ആളുകൾ അത് ശ്രമിക്കുന്നു. അത് ശ്രമിക്കാൻ കാരണം അതിന് കൊടപിടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിലെ CPM-ലും കോൺഗ്രസിലും ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അല്ല, ഇതിനെ ഒരു വിവാദമായി വളർത്താൻ സർക്കാരും ശ്രമിക്കുന്നുണ്ടോ? സർക്കാർ ഇപ്പോൾ ഇതുവരെ എൻ്റെ അഭിപ്രായത്തിൽ സർക്കാരിന് ഈ കാര്യത്തിൽ എന്താ നിലപാട് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അബ്ദുറഹിമാൻ മന്ത്രി പറയുന്നതാണോ സർക്കാരിൻ്റെ നിലപാട്, പിണറായി വിജയൻ പറയുന്നതാണോ സർക്കാരിൻ്റെ നിലപാട്? പിണറായി വിജയൻ പറയുന്നതാണ് നിലപാടെങ്കിൽ അബ്ദുറഹിമാൻ മന്ത്രി പിന്നെ മന്ത്രിസഭയിൽ ഇരുത്താൻ അനുവദിക്കുന്നത് പാടില്ല. അല്ല, കേരളത്തിന്റെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തിനെതിരാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിന്റെ പ്രതിപക്ഷം പറയുന്നത് പിണറായി വിജയൻ BJP-ക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു സൗകര്യമാണെന്ന്. കാരണം മുനമ്പത്തെ വിവാദം ആളിക്കത്തിച്ച് ഒരു വിഭാഗത്തെ എതിർചേരിയിലാക്കി അതൊരു BJP ചായ്വിലേക്ക് വരുത്താനുള്ള ശ്രമം. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് ഒരു വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം ഇന്ത്യ മുഴുവനുള്ള ഒരു സഖ്യം, CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള സഖ്യം, ആ സഖ്യത്തിന് അപവാദമായിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ്സിന് CPM-ൻ്റെ സഖ്യത്തിൻ്റെ ഭാഗമാണെന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം അവരും പിണറായി വിജയനും തമ്മിലുള്ളൊരു ധാരണയുണ്ട്. ആ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ CPM-ന് പ്രസക്തിയില്ല. അതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് പിന്തുണ, സംസ്ഥാനത്ത് CPM ഭരിക്കുക. അതുകൊണ്ട് നിയമസഭയിൽ CPM-ന് അനുകൂലമായിട്ടുള്ള സമീപനം, പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ MP-മാരെ തിരഞ്ഞെടുക്കുക. ഈ ധാരണ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും വിശ്വാസ്യത തകരും. അതുകൊണ്ട് അവർക്ക് എളുപ്പവഴി എന്താ? രണ്ടു കൂട്ടർ പറയുന്നത്
മറുപക്ഷം BJPയുമായിട്ട് ധാരണയിലാണ്. ഇത് വാസ്തവത്തിൽ അവർ തമ്മിലുള്ള ധാരണ പുറത്തറിഞ്ഞാൽ ജനങ്ങൾ അവരെ അടിച്ചോടിക്കും എന്നുള്ളതുകൊണ്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബോഗിയാണ്, സൗകര്യപ്രദമായ ഒരു നെറേറ്റീവ്. BJPയും കോൺഗ്രസും തമ്മിലാണ് ധാരണ എന്ന് CPMഉം BJPയും തമ്മിലാണ് ധാരണ എന്ന് കോൺഗ്രസും. രണ്ടു കൂട്ടരായിട്ട് ഞങ്ങൾക്ക് ധാരണ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതെ. അല്ല, മറ്റൊന്ന്, ഈ പിണറായി വിജയന് കൃത്യമായൊരു ബാന്ധവം വഖഫ് സംവിധാനങ്ങളുമായി ഉണ്ട് എന്നുള്ളൊരു പരോക്ഷ ആരോപണമുണ്ട്. അതിൻ്റെ ഭാഗമാണ് കേരളത്തിലെ പ്രശ്നം പരിഹരിക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അഥവാ കേരളത്തിലെ പ്രശ്നം പരിഹരിച്ചാൽ അതിൻ്റെ അനുരണനങ്ങൾ ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടാകും. കാരണം ഏകദേശം 8 ലക്ഷത്തിലധികം സ്വത്ത് വകകൾ വഖഫിൻ്റേതായുണ്ട്. ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ സൈന്യത്തിൻ്റെയും സ്വത്ത് മാറ്റിവെച്ചാൽ 3ാമത്തെ സ്വത്ത് ഹോൾഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വഖഫ് ഇന്ത്യയിൽ. അപ്പോൾ കേരളത്തിൽ ഒരു വീഴ്ച സംഭവിച്ചാൽ അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പടരും. ഈ വഖഫ് സ്വത്തുക്കളിൽ കാര്യമായ കുറവുണ്ടാകും. പല വഖഫ് സ്വത്തുക്കളും ഇപ്പോൾ തന്നെ ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഭൂമി പാട്ടത്തിന് കൊടുത്തിരിക്കുന്നു, അതിൽ നിന്ന് ലാഭം കൊയ്യുന്നു. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമല്ല നടക്കുന്നത്. ഇത് വലിയൊരു അപകടത്തിൽ ചെന്ന് അവസാനിക്കും. അതുകൊണ്ടാണ് കേരളത്തിൽ വളരെ സമചിത്തതയോടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അതിന് വഖഫുമായി മുഖ്യമന്ത്രിക്ക് ചില രഹസ്യധാരണകൾ ഉണ്ട് എന്നൊരു ആരോപണം, അതിൽ വാസ്തവമുണ്ടോ? അല്ല, ഈ വഖഫുമായിട്ട് മുഖ്യമന്ത്രിക്ക് ധാരണയുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് സംശയിക്കാവുന്ന ഒരു കാര്യം, ഇപ്പോൾ എറണാകുളത്ത് വാഴക്കാല വില്ലേജിലെ ഒരു ഭൂമിയെ സംബന്ധിച്ച് വഖഫ് ട്രിബ്യൂണലിൻ്റെ ഒരു ഓർഡർ ഉണ്ട്, പ്രൊസീഡിങ്സ് 2016 ഓർഡറാണ്. ആ ഓർഡറിൽ ആ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള അവരുടെ നിർദ്ദേശം അത് 8 വർഷമായിട്ട് പാലിച്ചിട്ടില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഒരു പഴയ ഏരിയ സെക്രട്ടറി അസൈനാർ, അദ്ദേഹത്തിൻ്റെതാണ് കൈവശമാണ് ആ ഭൂമി ഇരിക്കുന്നത്. അപ്പോൾ CPMൻ്റെ നേതാവ് തന്നെ വഖഫിൻ്റെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള പല സ്ഥലത്തും ഉണ്ടാവുമായിരിക്കും ഒന്നുകിൽ. അതോടൊപ്പം ഈ വഖഫ് വാസ്തവത്തിൽ ഇസ്ലാം മതത്തിലെ പാവപ്പെട്ടവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംവിധാനമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അത് തരാതരം പോലെ കൈമാറ്റം ചെയ്യുകയും സ്വാധീനമുള്ള ആളുകൾ അത് ക്രയവിക്രയം നടത്തുകയും അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തെ തിരുത്താൻ അതിന് മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല. കാരണം മുഖ്യമന്ത്രി ഇവർക്ക് കീഴടങ്ങിയിട്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു മത്സരം നടക്കുകയാണ് കാര്യത്തിൽ. ആരാണ് കൂടുതൽ ഇസ്ലാമിക നേതൃത്വത്തിന് കീഴടങ്ങി ജീവിക്കുക? അപ്പം അതുകൊണ്ടാണല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഇസ്ലാമിക വിശ്വാസികളുടെ വായനക്കാരുള്ള പത്രത്തിൽ മാത്രമായിട്ട് ചില പരസ്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേരളത്തിലെ രാഷ്ട്രീയത്തെ CPMഉം കോൺഗ്രസും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിത വോട്ട് ബാങ്ക് സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. ഈ വഖഫിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്ന ഈ സ്വത്തുക്കളിൽ അധികവും ഇന്ത്യ വിഭജന കാലത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ ഭൂമി അന്യാധീനപ്പെടാതിരിക്കാൻ അന്ന് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ രൂപവൽക്കരിച്ച ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. സമാനമായി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന നിരവധി ആളുകളുണ്ട്. അവരുടെ ഭൂമി ഇതുപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടുമില്ല. അപ്പോൾ അതൊരു ഇരട്ട നീതി തന്നെയല്ലേ? തീർച്ചയായിട്ടും. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ തുടക്കത്തിൽ എങ്ങനെയൊക്കെയാണെങ്കിലും പിന്നെ കാലഘട്ടങ്ങളിൽ ഓരോ ഘട്ടങ്ങളിൽ പല രീതിയിലുള്ള ഭരണകൂടം അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷയും, അത് ഹിന്ദു ആണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും ഒരു തരത്തിലുള്ള സുരക്ഷയും ലഭിക്കാത്ത ഒരു രാജ്യം. അവിടെ ന്യൂനപക്ഷങ്ങളുടെ ശതമാനം ഓരോ വർഷം കഴിയുന്തോറും ചുരുങ്ങി വരുന്ന ഒരു സാഹചര്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ പ്രശ്നമില്ല. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തരത്തിലുള്ള പീഡനങ്ങളും അതിക്രമങ്ങളും നേരിടേണ്ടി വരുന്നില്ല. ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നതിനും ഒരു തടസ്സമില്ല. പാകിസ്ഥാനിൽ നേരെ തിരിച്ചാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഞാൻ വന്ന പോയിന്റ് അതല്ല. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ വഖഫ് എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമി, ആ ഭൂമി അന്യാധീനപ്പെടരുത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ആ ഭൂമിയെ സംബന്ധിച്ച് അഥവാ ഒരു തർക്കം ഉണ്ടാവുന്നിരിക്കട്ടെ, ആ തർക്കം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്കനുസൃതമായി ഭരണഘടനയ്ക്കനുസൃതമായി എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തുന്ന ഭരണഘടന, ആ ഭരണഘടനയ്ക്കനുസൃതമായിട്ട് അക്കാര്യത്തിൽ തീരുമാനമെടുക്കണം.
ചില പുരോഹിതന്മാരും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ചില മേലധ്യക്ഷന്മാരും വളരെ സൗഹാർദ്ദപരമായി സംസാരിക്കുമ്പോൾ അവർ BJPയോട് ഈ അടുത്ത കാലത്തൊരു ചായ്വ് പ്രകടമാക്കുന്നു. എന്നോട് നേരിട്ട് പോലും ചില പുരോഹിതന്മാർ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. സമുദായത്തിനിടയിൽ ഇത് വലിയ അടിയൊഴുക്കുണ്ടാക്കി മുനമ്പം പ്രശ്നം. അപ്പോൾ മുനമ്പം പ്രശ്നത്തിന് ഒരു സമരത്തിൻ്റെ രൂപം മാത്രമല്ല, മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ രൂപം കൂടിയുണ്ട്. ആ രാഷ്ട്രീയം BJPയുടെ എന്തെങ്കിലും ഒരു നീക്കത്തിൻ്റെ ഫലമാണോ? ഞങ്ങളെ സംബന്ധിച്ചോളം പ്രധാനമന്ത്രി 2014 നരേന്ദ്രമോദിജി അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളതാണ്. 2019 അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള നമ്മുടെ ആശയത്തെ അത് എല്ലാവരും അതിൻ്റേതായിട്ടുള്ള അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സബ്കാ വിശ്വാസ്. അതുകൊണ്ട് എല്ലാവരുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് സബ്കാ സാത്തും സബ്കാ വികാസും നടപ്പിലാക്കണം. ഇതാണ് അദ്ദേഹം 2019 പാർലമെൻറ്റിൽ BJP NDAയുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം നടത്തിയ മറുപടി പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ സംബന്ധിച്ചോളം സർക്കാരിലുള്ള മന്ത്രിമാർ, അന്ന് ഞാൻ മന്ത്രിയാണ്, സർക്കാരിൽ മന്ത്രിമാരല്ലാത്ത പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ എല്ലാവരുടെയും വിശ്വാസം ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരെയും കാണും, എല്ലാവരെയും സംസാരിക്കും. സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ, സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഇതൊന്നും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെടരുത്. ഇതെല്ലാവർക്കും ലഭ്യമാകണം. വീടില്ലാത്തവന് വീട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടില്ലാത്ത ഹിന്ദുവിന് മാത്രം കൊടുക്കുക, വീടില്ലാത്ത മുസ്ലിമിന് മാത്രം കൊടുക്കുക, വീടില്ലാത്ത ക്രൈസ്തവന് മാത്രം കൊടുക്കുക, അങ്ങനെ ഒരു വേർതിരിവ് നമ്മൾ നടത്തിയിട്ടില്ല. വീടില്ലാത്തവൻ എല്ലാവർക്കും വീട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും. അതിൽ മതം നോക്കേണ്ട ആവശ്യമില്ല, ജാതി നോക്കേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ മതത്തിൻ്റെയും ജാതിയുടെയും വേർതിരിവില്ലാതെ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ, ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സർക്കാരാണ് BJPയുടെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ. ഇത് ക്രൈസ്തവ വിശ്വാസത്തിൽപ്പെടുന്ന, മതത്തിൽപ്പെടുന്ന ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്ക് മനസ്സിലായിട്ടാവും അവരെ ഭീതിപ്പെടുത്തുന്ന തരത്തിൽ നടത്തിയ പ്രചരണം, ആ പ്രചരണം തെറ്റാണെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ടാവും. ഈ ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ BJPയിൽ നിന്ന് ഇത്രയും കാലം അകന്നു നിൽക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായത് BJP ചെയ്തതിനേക്കാൾ കൂടുതൽ BJPയെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർ നടത്തിയ ദുഷ്പ്രചരണമാണ്. BJPയെ വർഗീയമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇവരുമായിട്ട് നിങ്ങൾ തുടരരുത്, ഇവരുമായിട്ട് വർത്തമാനം പറയരുത്, ഇവരോട് മിണ്ടരുത്, ഇവരുമായിട്ട് സഹവസിക്കരുത്. അത് തിരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളത് വേണമെങ്കിൽ BJPയുടെ പോരായ്മയായിട്ട് വേണം പറയാം. പക്ഷേ അത് വിശ്വസിച്ച ക്രൈസ്തവ ഇസ്ലാം മത വിശ്വാസത്തിൽപ്പെടുന്ന ആളുകളിൽ, ക്രൈസ്തവ വിശ്വാസത്തിൽപ്പെടുന്ന ആളുകൾക്ക് അത് ബോധ്യമായി, അവരത് തിരുത്താൻ സന്നദ്ധരായി. ഇസ്ലാം മത വിശ്വാസികൾ അത് തിരുത്തണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഭീകരവാദത്തോട് ഞങ്ങൾ ഒരു തരത്തിലുള്ള സന്ധി വിട്ടുവീഴ്ചയും ചെയ്യില്ല. അപ്പോൾ ഭീകരവാദത്തെ സംരക്ഷിക്കുന്ന ആളുകൾ ആരുടെയും കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റില്ല. വ്യത്യാസം ഈ രണ്ട് ന്യൂനപക്ഷങ്ങൾ തമ്മിലുണ്ട്. 2016-ലും 2021-ലും പിണറായി വിജയൻ അന്ന് അധികാരത്തിലെത്തിയത് ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ഒപ്പം ചേർത്തുകൊണ്ട്. അത് പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ്. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വലിയ ഉച്ചത്തിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരു സ്ഥിതിവിശേഷം, ഇതേ ന്യൂനപക്ഷങ്ങളെ ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF മുന്നണി അവരുടെ പാളയത്തിൽ എത്തിച്ചിരിക്കുന്നു. സമസ്തയും കാന്തപുരം തൊട്ട് സമസ്ത വരെയുള്ള എല്ലാ കക്ഷികളും അതിൽ ഒരുമിച്ചാണ് ചേർന്നിരിക്കുന്നു. അപ്പോൾ മുൻപ് ലീഗ് സമസ്തയുമായി ചില പോരിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ സമവായത്തിൻ്റെ പാതയിലാണ്. എല്ലാ മുസ്ലിം സംഘടനകളുമായി ഒരു സമവായത്തിലെത്തുകയാണ് ലീഗിൻ്റെയും ലക്ഷ്യം. ആത്യന്തികമായ ഒരു ഭരണത്തിലെത്തുക, അവിടെ ലീഗിൻ്റെ ഇത്തരം സംഘടനകളുടെ കൂടുതൽ സ്വാധീനമുറപ്പിക്കുക. ആ ഘട്ടത്തിലേക്കാണ് കേരളം കടക്കുന്നത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷ ഈ വിഭാഗത്തെ കൂടുതൽ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നതാണോ ഇപ്പോൾ? അല്ല, അങ്ങനെ ഒരു ഒന്നാമത്തെ കാര്യം, ഈ ഏതെങ്കിലും ഒരു മതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മതത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോയി എന്നിരിക്കട്ടെ, അതിനു വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ മത്സരിക്കാൻ ശ്രമിച്ചു എന്നിരിക്കട്ടെ, അത് ജനങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
പക്ഷെ അവർ കേരളത്തിലെ വലിയ ശതമാനമാണ് ഇപ്പോൾ. ഞാൻ പറയാം, അത് വലിയ ശതമാനമായിരിക്കും, അതിനേക്കാൾ വലിയ ശതമാനം ബാക്കിയുള്ളവരുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളവരുടെ കണ്ണ് തുറപ്പിക്കാൻ അത് കാരണമാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഇന്ത്യക്ക് പുറത്ത് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ ഉദാഹരണങ്ങൾ സിറിയ ആണെങ്കിലും ഡമാസ്കസ് പോലെയുള്ള സ്ഥലങ്ങളാണെങ്കിലും ലെബനോൺ ആണെങ്കിലും അതുപോലുള്ള നിരവധി സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു മതത്തിന് കീഴടങ്ങി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ പൊതുവായിട്ട് ജനസമൂഹം, കേരളീയ സമൂഹം അംഗീകരിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അങ്ങനെ എന്ത് ശ്രമം നടത്തിയാലും ആ ശ്രമം വിജയിക്കില്ല. അല്ല, കോൺഗ്രസും UDF ഒക്കെ അതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ തെളിവല്ലേ അങ്ങയുടെ സുഹൃത്തായിരുന്ന സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് മാറി കോൺഗ്രസ് റാഞ്ചി കൊണ്ടുപോയത് നേരെ പാണക്കാട്ട് തറവാട്ടിലേക്കാണ്. അവിടെ കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ അന്ന് കതക് അടച്ചിട്ടിരുന്ന് ചർച്ചകൾക്ക് ശേഷം പുറത്തു വന്ന് ഇതുപോലൊരു തറവാട് കണ്ടിട്ടില്ലെന്നും മലപ്പുറവുമായുള്ള പൊക്കിൾക്കൊടി ബന്ധത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വളരെ വർണ്ണനകൾ നടത്തി. ഇതൊക്കെ പ്രകടമായ ഒരു കീഴടങ്ങലല്ലേ? അല്ല, അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രശ്നം, കോൺഗ്രസ്സിന് ഇന്ന് നേതൃത്വം ഇല്ലാത്തൊരു കോൺഗ്രസ്സാണ്. അഖിലേന്ത്യാ തലത്തിലുമില്ല, സംസ്ഥാനത്തുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കോൺഗ്രസ്, ആ കോൺഗ്രസ് ലീഗിന് കീഴടങ്ങുന്നുവെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് അഭിപ്രായം ഇല്ല. കാരണം ലീഗിന് കീഴടങ്ങുന്ന ഒരു കോൺഗ്രസ്, ആ കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങളിൽ എത്ര ശതമാനം ആളുകൾ അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കേരളത്തിലെ പൊതുസമൂഹം ലീഗിന് മുന്നിൽ മുട്ടുമടക്കി കീഴടങ്ങുന്ന ഒരു കോൺഗ്രസിനെ ഇന്ന് കോൺഗ്രസിനുള്ള പിന്തുണ പോലും ആ കോൺഗ്രസിന് പിന്നെ ഉണ്ടാവില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇടത് വലത് മുന്നണികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ മുനമ്പം സമരവേദിയിൽ ക്രിസ്ത്യൻ സമുദായ നേതാക്കളും ഇതര മതവിഭാഗങ്ങളിലെ നേതാക്കളുമൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നത്. അവിടേക്ക് BJP കടന്നു വരുന്നത് അതൊരു പുതിയ പോളറൈസേഷനിലേക്ക് വരുമോ? അല്ല, ഞങ്ങളങ്ങനെ പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള ഉദ്ദേശമേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ, ഞങ്ങൾ തുല്യനീതി ഉറപ്പാക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. എല്ലാവർക്കും നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അതിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലോ ആരെങ്കിലും അതിന് നിയമത്തിന് അതീതൻ, ആരെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ ചെറുത്, മോർ ദാൻ ഈക്വൽ, സം ആർ മോർ ഈക്വൽ എന്നൊക്കെ പറയുന്ന ഇതുണ്ടല്ലോ. അപ്പോൾ സം ആർ മോർ ഈക്വൽ എന്ന് പറയുന്ന ഒരു സ്ഥിതി, ആ സ്ഥിതി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആ കാര്യത്തിൽ അവിടെ ഒരു അനീതി ഉണ്ടായിട്ടുണ്ട്. കാരണം നൂറ്റാണ്ടുകളായിട്ട് ആ ഭൂമിയിൽ ജീവിക്കുന്ന ലത്തീൻ കത്തോലിക്കരായിട്ടുള്ള ആളുകൾ, ധീവര സമുദായത്തിൽപ്പെടുന്നവരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കെതിരായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് അവിടുന്ന് കുടിയിറക്കാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റാണ്. ഇനി അഥവാ അതിൽ തർക്കമുണ്ടെന്നിരിക്കട്ടെ, നിയമത്തിന് മുന്നിൽ വരട്ടെ. ഇല്ലില്ല, ഇത് നിയമത്തിൻ്റെ മുന്നിലൊന്നും പരിശോധിക്കാൻ പറ്റില്ല, കോടതിയുടെ മുന്നിൽ പരിശോധിക്കാൻ പറ്റില്ല, ഞങ്ങൾ തീരുമാനം എടുക്കും എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അക്കാര്യത്തിൽ, അത് മുനമ്പത്ത് ഞങ്ങൾ പരസ്യമായിട്ട് ഇപ്പോൾ വന്നു, ഇതുപോലെയുള്ള എവിടെയൊക്കെ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുമോ അവിടെയൊക്കെ ഞങ്ങളുടെ നിലപാട് തന്നെ. അല്ല, മുനമ്പം ഭൂമി പ്രശ്നം നിയമത്തിൻ്റെ പാതയിലൂടെ നീങ്ങിയാൽ എത്ര കണ്ട് ഇപ്പോഴത്തെ കുടികിടപ്പുകാർക്ക് നീതി ലഭിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് പോലും സംശയമുണ്ട്. അവിടെ ഒരു കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന നിയമ ഭേദഗതി മാത്രമേ അവർക്ക് പ്രതീക്ഷയുള്ളൂ. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ ഇസ്ലാമിക അല്ലെങ്കിൽ ഇപ്പോഴുള്ള വഖഫ് നിയമത്തിൻ്റെ ട്രിബ്യൂണലിന് തീരുമാനം എടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നീതി ലഭിക്കില്ല. അതല്ല, നാട്ടിലെ പൊതുസമൂഹത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതികൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം വരട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാലം ജീവിച്ച ആളുകൾക്ക്, നൂറ്റാണ്ടുകളായിട്ട് അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മുനമ്പം ഭൂമി പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ ഒരു നിർദ്ദേശം? ഒന്നാമത്തെ കാര്യം, അവിടെ കൊടുത്തിരിക്കുന്ന നോട്ടീസ് ആദ്യം പിൻവലിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഒന്ന്, സർക്കാർ ഈ വഖഫിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് ഒഴിയാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ്. അല്ല, സർക്കാരിന് മുന്നിൽ മുസ്ലിം സംഘടനകൾ മറ്റൊരു ഫോർമുല വെച്ചിരുന്നു. ആ 400 ഏക്കറിന് പകരം കാസർഗോഡ് ജില്ലയിൽ പകരം ഒരു 400 ഏക്കർ കൊടുത്താലും മതിയെന്ന്. അതെന്തിനാണ് കൊടുക്കുന്നത്? വഖഫ് ഭൂമി വിട്ടുകൊടുക്കുന്നതിന്. അല്ല, വഖഫ് ഭൂമി എന്ന് പറയുന്നത്, ഞാനൊരു ഭൂമി നിങ്ങളൊരു ഭൂമി എടുത്തിട്ട് പറയാം ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട് അത് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം ഭൂമി കൊടുക്കണം എന്ന് പറയുന്നത് എന്ത് വാദം? അങ്ങനത്തെ വാദമൊന്നും അർത്ഥമില്ല. നിങ്ങളുടെ ക്ലെയിമാണ് തെറ്റ്, ആ ക്ലെയിം തെറ്റാണെന്ന് അംഗീകരിച്ചിട്ട് നിങ്ങളത് പിന്മാറുക.
നിങ്ങളുടെ ക്ലെയിം തെറ്റാണെന്ന് പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞാൽ ഒന്ന്, അത് ആദ്യം ഒരു ഫസ്റ്റ് സ്റ്റേജ് ആവുന്നുള്ളൂ. രണ്ടാമത്, ഇവർക്ക് കരമടക്കാനുള്ള അനുവാദം കിട്ടണം. ഇവർക്ക് കരമടക്കാനുള്ള അനുവാദം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളും നിയമ നടപടികളും ഉണ്ടാവണം. രണ്ടും ഉണ്ടാവണം സർക്കാരിന്റെ ഭാഗത്ത്. നേരത്തെ കോടതി വെച്ച ഒരു കമ്മീഷൻ സർക്കാരിന് നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അംഗീകരിക്കുന്നു. അന്ന് മുതൽ തുടങ്ങിയ ഒരു കുരുക്കാണ്. അത് സർക്കാർ തന്നെ ഇടപെട്ട് അഴിക്കണം. സർക്കാർ ഇടപെട്ട് അഴിക്കണം. അതേസമയത്ത് മുസ്ലിം സമുദായം ഞങ്ങൾ ഇതിന്റെ മുകളിലുള്ള അവകാശം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ, എന്നിട്ട് സർക്കാർ കുരുക്കഴിക്കുകയും വേണം. പക്ഷെ അവിടെ തർക്കം നിലനിൽക്കുന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ചില ലീഗ് നേതാക്കൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഒരു വശത്ത് പറയുന്നുണ്ടെങ്കിലും മറുവശത്ത് സർക്കാരിൽ അവർ സമ്മർദ്ദം ചെലുത്തുന്നത് പകരം ഭൂമി കൊടുക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പകരം ഭൂമി കൊടുക്കുന്നത് നിങ്ങൾ ക്ലെയിം അവസാനിപ്പിക്കുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ വിട്ടുവീഴ്ച നടത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് വിട്ടുവീഴ്ച? അപ്പോൾ അതിലർത്ഥമില്ല. ഈ പൊതുസമൂഹത്തിൻ്റെ ഭൂമി എങ്ങനെ വഖഫിന് കൊടുക്കാൻ പറ്റുക? അങ്ങനെ വഖഫിന് ഭൂമി എടുക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള ആളുകൾ ഇസ്ലാമിലെ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നടക്കുന്ന ഭൂമി മാത്രമേ വഖഫായിട്ട് അംഗീകരിക്കപ്പെട്ടുള്ളൂ. അല്ലാതെ സർക്കാരിൻ്റെ ഭൂമി അക്വയർ ചെയ്തിട്ട് ഇത് വഖഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വഖഫിൻ്റെ സങ്കല്പത്തിനെതിരാണത്. തീർച്ചയായിട്ടും അതിൻ്റെ ആശയത്തിനെതിരാണ്. മാത്രമല്ല, ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ചിട്ട്, നമ്മുടെ നാട്ടിലെ ഭരണഘടന അനുസരിച്ചിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഭൂമി അല്ലെങ്കിൽ സർക്കാർ ഭൂമി ഒരു സ്വകാര്യ മതത്തിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ ഭൂമി കൊടുക്കാനുള്ള ഒരു പ്രൊവിഷനും ഇല്ല. ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ പറഞ്ഞതുപോലെ ഇതൊരു ലാൻഡ് ജിഹാദാണ് എന്ന് അങ്ങേക്ക് ധാരണയുണ്ടോ? അല്ല, കാരണം എന്ന് വെച്ചാൽ ലാൻഡ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അതൊരു പദപ്രയോഗമാണ്. ആ പദപ്രയോഗത്തിൻ്റെ അർത്ഥം ഈ അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള യുദ്ധത്തിനെയാണ് ഈ ജിഹാദായിട്ട് പറയുന്നത്. വിശുദ്ധ യുദ്ധം. മുസ്ലിങ്ങൾ അവർ അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരുടെ അവിശ്വാസികൾ, ഇസ്ലാം മതത്തിലെ അവിശ്വാസികൾ. അപ്പോൾ ആ വിശുദ്ധ യുദ്ധത്തിനെയാണ് ജിഹാദ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ജിഹാദ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിലായിരുന്നു കഴിഞ്ഞ 2 മാസം. ഞാൻ മഹാരാഷ്ട്രയിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യണം എന്നുള്ള ആഹ്വാനം മുഴക്കുന്നതും വോട്ട് ജിഹാദാണ് എന്നാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി ശ്രീ ദേവേന്ദ്ര ഫഡ്നവിസ് പറഞ്ഞത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഭൂമിയുടെ പേരിൽ വിശുദ്ധ യുദ്ധം നടത്തുന്ന ആളുകളെ ലാൻഡ് ജിഹാദ് എന്ന് വിളിച്ചിട്ടുണ്ടോ? അതിനോട് യോജിക്കുന്നു പൂർണ്ണമായിട്ട്. അല്ല, അതൊരു പ്രയോഗം. ഇപ്പം മതത്തെ ഉപയോഗിച്ചുകൊണ്ട് മതപരമല്ലാത്ത കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നതിനെയാണ് ഈ തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെ എതിർക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പം ജിഹാദ് എന്ന് പറയുന്ന ഇസ്ലാമിലെ ഒരു ആശയമാണ്. അത് ഇന്നത്തെ പ്രസക്തി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ലവ് ജിഹാദ് എന്ന് പറയുന്നത്, നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത്, ലാൻഡ് ജിഹാദ് എന്ന് പറയുന്നത്, വോട്ട് ജിഹാദ് എന്ന് പറയുന്നത് മതവിശ്വാസവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച പല സന്ദർഭങ്ങൾ. ആ സന്ദർഭങ്ങളിലാണ് ഇതുപോലത്തെ പ്രയോഗങ്ങൾ വന്നത്. അങ്ങനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്, അങ്ങനെയാണ് വോട്ട് ജിഹാദ് എന്ന് വന്നത്, അങ്ങനെയാണ് ലാൻഡ് ജിഹാദ് എന്ന് വന്നത്, അങ്ങനെയാണ് നമ്മുടെ പാലാ പിതാവ് പറഞ്ഞതുപോലെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് വന്നത്. ഇതൊന്നും നാർക്കോട്ടിക്സിന് മതമായിട്ട് ബന്ധമില്ല, ലാൻഡിന് മതമായിട്ട് ബന്ധമില്ല, ലവിന് മതമായിട്ട് ബന്ധമില്ല, വോട്ടിന് മതമായിട്ട് ബന്ധമില്ല. പക്ഷേ ഇതിനെയൊക്കെ സ്വാധീനിക്കാൻ വേണ്ടി മതവിശ്വാസത്തെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ ഭൂമി അന്യാധീനപ്പെടുത്താൻ വേണ്ടി, ഭൂമി അധീനത്തിലാക്കാൻ വേണ്ടി, അന്യാധീനമല്ല ഭൂമി അധീനത്തിലാക്കാൻ വേണ്ടിയിട്ട് മതത്തെ ഉപയോഗിക്കുക. അതിനെയാണ് ലാൻഡ് ജിഹാദ് എന്ന് ശ്രീമതി ശോഭ കരന്തലാജെ സൂചിപ്പിച്ചത്. ആ അർത്ഥത്തിൽ ആ പ്രയോഗത്തിൽ തെറ്റൊന്നുമില്ല. അത് ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവണതയെ അവരെതിർക്കുകയാണ് ചെയ്തത്. ആദ്യം പോപ്പുലർ ഫ്രണ്ട് നിരോധനം, പിന്നീട് ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം. അപ്പോൾ കൂടുതൽ ഒരു വശത്തേക്കുള്ള ഒരു സമ്മർദ്ദം, അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ഇടതുപക്ഷ നേതാക്കൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ കേരളം ഒരു വല്ലാത്ത ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമോ ഇനി? അല്ല, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവും പിന്നെ വഖഫ് ഭേദഗതി നിയമവും തമ്മിൽ നേരിട്ടൊരു ബന്ധമില്ല. കാരണം ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന പ്രവർത്തനങ്ങളെ തടയുക എന്നുള്ളത് ഭരണഘടന ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തമാണ് സർക്കാരിൽ. അപ്പോൾ അതിന് മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവരെയാണ് അതിൽ കുറ്റവാളികൾ. ഇവിടെയും നിയമത്തിന് അതീതമായിട്ട് എല്ലാവരും ജീവിക്കണം, എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തണം, ഭരണഘടന പറയുന്നതാണ്. ആ ഭരണഘടന എന്തുകൊണ്ട് ഇത്രയും കാലം നടപ്പിലായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 മുമ്പ് ഭരിച്ചവരാണ് അതിന് മറുപടി പറയേണ്ടത്. ഞങ്ങൾ ഭരണഘടന അതിൻ്റെ അന്തസ്സത്ത നിലനിർത്തിക്കൊണ്ട് നടപ്പിലാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്.
തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം അതൊരു യാഥാർത്ഥ്യമാണ്. ചില സമുദായത്തെ നമുക്ക് അവിടെ ചേർത്ത് വയ്ക്കേണ്ട. കേരളത്തിലെ ഇപ്പോഴത്തെ പൊതുരാഷ്ട്രീയത്തോട് അതൃപ്തിയുള്ളവർ, വിമുഖത പ്രകടിപ്പിക്കുന്നവർ ധാരാളമുണ്ട്. അവരൊരു പൊതുബന്ധാവ് എന്ന നിലയിൽ BJP രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു എന്ന ആത്മവിശ്വാസം തന്നെയാണ് അങ്ങേക്കുള്ളത്. വളരെ നന്ദി, നമസ്കാരം.